ഹായ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ എത്തി പൂടാനുള്ള കാര്യങ്ങൾ ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പൂവൊക്കെ അരിഞ്ഞ് വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ആരും വന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ഓണത്തിന് സാരിയൊക്കെ എടുത്ത് എത്താൻ കുറച്ച് നേരം വൈകുമല്ലോ, എന്നാലും നമുക്ക് പൂക്കളിടുന്നതോട് ഒരു എല്ലാവരും പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂവൊക്കെ ഇവിടെ ഇരുന്ന് അരിഞ്ഞ്, അപ്പോൾ നമ്മൾ അരിഞ്ഞ് ഇങ്ങനെ പകുതി ആകുമ്പോഴേക്ക് അപ്പുറത്ത് അവർ പൂടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം നമ്മളെ പൂക്കളം ഒരു വെറൈറ്റി ആയിരുന്നു. എല്ലാ വർഷവും നമ്മൾ ഈ രീതിയിലല്ല, നോർമൽ ഒരു അത്തപ്പൂക്കളം ആ ഒരു ടൈപ്പിലിടൽ. ഇന്ന് നമ്മളെ ലോഗോ ഒക്കെ വെച്ചിട്ടാണ് പൂക്കളത്തിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മളവിടെ സ്പീഡിൽ അരിയുന്നതിനനുസരിച്ച് ഇവർ ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കുന്നത്. പൂവിടലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മാവേലിയുടെ എൻട്രി ആയിരുന്നു കേട്ടോ. നല്ല ചെണ്ടമേളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു മാസ് എൻട്രി തന്നെയായിരുന്നു കേട്ടോ മാവേലിക്ക് ഉണ്ടായിരുന്നത്. അത് മാവേലിയൊക്കെ വന്ന് പിന്നെ അപ്പുറത്ത് സൈഡിൽ നിന്ന് പടകം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെണ്ടമേളത്തിനനുസരിച്ച് ഡാൻസ് കളിക്കലും തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു ഞങ്ങളെ മെയിൻ കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഓരോരോ വാക്തർക്കങ്ങളൊക്കെ അതിനിടയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ചെന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് 2 കൂട്ടം പായസമൊക്കെ ഉള്ള സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഈ ഒരു കൂട്ടുകറി ഈ തവണ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി കഴിഞ്ഞ 2 തവണ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു, പക്ഷേ ഇത്തവണത്തെ കൂട്ടുകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് ഓരോന്നോരോന്ന് പെറുക്കി കഴിക്കുന്നുണ്ട്. കൂട്ടുകറി എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ പിന്നെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഫുഡിന് ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവർ ഈ സാധനം സൈഡൊക്കെ വിളമ്പിയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതാ ഫുഡിന് വേണ്ടി വെയിറ്റ്. ഞാൻ മേഘനേൻ്റെ ഇലയെന്നൊക്കെ വാരി തിന്നുന്നുണ്ട്. ചോറ് വരുമ്പോഴേക്കും ഇത് അസ്ലീൻ്റെ സൈഡ് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ, എല്ലാം അവൾ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നോർമലി സദ്യ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പായസം കുടിക്കാറില്ല. ഇന്ന് എന്തോ എനിക്ക് പായസം കുടിക്കാൻ വേണ്ടി തോന്നി. ഈ പായസത്തിൽ ഈ പഴവും പപ്പടവും കൂടി കൂട്ടി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്താ പറയുക, അത്ര മധുരമില്ല പായസം, പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ സനിങ്ങനോട് പറഞ്ഞത് നല്ലൊരു ടേസ്റ്റിയാണ്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞപ്പോൾ അവളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതെന്താ പറയുക, ആ ഒരു പായസവും പപ്പടം കൂട്ടിയില്ല, പഴവും കൂടെ കൂട്ടി അങ്ങ് അടിച്ചു കേട്ടോ. ഞാനാണ് എൻ്റെ പഴം എടുത്ത് മേഘനൻ്റെ പഴം എടുത്ത് എല്ലാവരുടെ പഴം എടുത്ത് ഞാൻ എൻ്റെ സൈഡിൽ വെച്ചു കേട്ടോ. അപ്പോൾ പ്രമോദ് പറഞ്ഞു നമ്മളെ ആ ഒരു ചെറുപയർ പായസത്തിൻ്റെ കൂടെ ഈ പഴം കൂട്ടി കഴിച്ചാൽ അതാണ് ടേസ്റ്റ് എന്ന്. അപ്പോൾ പിന്നെ അതും മുടക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെയും കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കി ഗെയിംസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാവേ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തേക്കത്തിലുള്ള